Mummy, please open this bottle. Molu, don't disturb me. Can't you see? Right now I am chatting. Uncle, can you open this bottle? മനസ്സിലായ? Thanks. How did you open this? പിന്നെ Tell me, uncle. ആക്ച്വലി യുവർ ഹാൻഡ് ഈസ് വെരി സ്മോൾ. പക്ഷേ ഇവന്റെ ഹാൻഡ് ഈസ് വെരി ബിഗ്. ദാറ്റ് ഈസ് സ്ട്രോങ്. അങ്ങനെ പിന്നെ ഓപ്പൺ. എന്ത് ചെയ്യാനാ? എന്തടോ ഇത്? ഇംഗ്ലീഷ് ഇതാണോ ഇംഗ്ലീഷ്? അല്ലേ? ഓപ്പൺ നോ? Yeah. ഡ്രിങ്ക്. അത് ഈ ഡബിൾ ലൈൻ വരുമ്പോൾ ശരിയാവും. ഞാൻ സ്കൂട്ടായി. ഹലോ, അതെ തരിശിയാണ്. ഞാൻ ദേ ഇട്ടു. അതെ മാഡം, ക്യാഷ് ഇട്ടല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇട്ടു. റിയ ഇട്ടത് വന്നില്ലെന്നോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യോ? ചിലപ്പോൾ പ്രോസസ്സിങ്ങിന്റെ പ്രോബ്ലം ആയിരിക്കും. അവളെ തന്നെ വിളിച്ചില്ലല്ലോ. ഇത്രയും ക്യാഷ് അവൾ എവിടെ പോയി? ചിലപ്പോൾ തൽക്കാലത്ത് ആവശ്യത്തിനൊന്നും മറിച്ചാണെങ്കിലോ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. സത്യവും നീതിയൊന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കണ്ടെത്താൻ പറ്റില്ല. അതെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടുന്ന ഏറ്റവും വലിയ നീതിയാണ്. അതിനാരിടപെട്ട്? ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഹലോ റിയ, പറയൂ. അതെയോ? ശരി ശരി, ഓക്കെ, ടേക്ക് കെയർ. ഈ ലോകത്ത് സത്യമുണ്ട്, നീതിയുണ്ട്. അത് കാണാൻ കണ്ണില്ലാത്തവരുണ്ട്. ഓ, എന്തൊരു ആത്മവിശ്വാസം, എന്തൊരു സ്നേഹ ലോകത്തോട്. അപ്പൊ നേരത്തെ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചത്? അപ്പൊ അതാണ് സത്യം, ഇതാണോ? അത് കാര്യങ്ങൾ കാണുന്ന കണ്ണിന്റെ കുഴപ്പമാണ്. തനിക്കെന്തെങ്കിലും മുൻവിധി ഉണ്ടാവും ലോകത്തോട്. അതിന് മറ്റുള്ളവരെ പഴിചാരണോ? ആ കുട്ടി പറഞ്ഞതാ ശരി. അതെ, മര്യാദകളോർക്കും മര്യാദ തിരിച്ചു കിട്ടും, അല്ലാത്തൊരു ലോകത്തെ പിഴി. ഓ, എന്താണോ ഈ മര്യാദ? മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. ഈ പുസ്തകത്തിൽ അത് തന്നെ പറഞ്ഞിരിക്കണേ. ഓ, ഈ പറഞ്ഞതിനോട് യോജിക്കുന്നു. 100 വട്ടം. ഓ, താങ്ക്സ്. ആരാടാ ചെയിൻ വലിച്ചേ? സാർ, ഈ കുട്ടിയുടെ മാല ഒരു കള്ളൻ പറിച്ചുകൊണ്ട് ഓടി. കള്ളൻ രക്ഷപ്പെട്ടു, പക്ഷെ മാല കിട്ടി. കിട്ടിയില്ലെന്നോ? ഏത് കുട്ടിയുടെ ചെയ്യാൻ പോയാലും ഈ ചെയ്യാൻ വലിക്കാൻ പാടില്ല. ഇല്ല. 1000 രൂപ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ടാണോ സാർ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്? നടന്നതാണ് ഇവിടെ ഞാൻ ചോദിച്ചു. റിയയെ ഏൽപ്പിച്ചത്. ആണോ കുട്ടി? അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. ആ സ്റ്റാൻഡ് വരെ എത്തിക്കോട്ടെ. പൊന്നോ, കൊച്ചി എത്തിടാ. കൊച്ചിയില്ല, തിരുവനന്തപുരത്ത്. ഞാൻ കലൂർ ഹോസ്റ്റലിലാ, വിളിച്ചാ മതി. ഇപ്പൊ നല്ല റേഞ്ച് ആയല്ലോ. എടാ, ഒന്ന് ഉറങ്ങടാ. ആ സ്റ്റാൻഡിൽ ഇറങ്ങിക്കാ, കൊച്ചി എത്തി. ഉറങ്ങാതെ എഴുന്നേക്കടാ. ഇനി നമുക്ക് വീണ്ടും കാണാം. സന്തോഷം. ഇതാണ് എൻ്റെ കാർഡ്. സന്തോഷിച്ചേ. നമ്പർ മിസ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യോ മറ്റോ? ഞങ്ങളുടെ ഫ്രണ്ട് മിച്ചു ഇപ്പൊ ഇവിടെ വരുമായിരിക്കും. അല്ലല്ല, വേണ്ട. നീ മിണ്ടണ്ട, എല്ലാം മനസ്സിലായി.
ഇവരെ കൊണ്ട് അധികം മിണ്ടിക്കണ്ട ശരി കേട്ടോ. വെച്ചു. അപ്പൊ ഞാൻ പോട്ടെ. ശരി വെച്ചു. ശരി. ശരി അച്ഛാ. അവൻ ഇവിടെ വരാന്നാ പറഞ്ഞ. എന്റെ ബാഗ് എന്ത് ചെയ്യും? ബാഗ് അയ്യോ എടാ മിച്ചു, നീ എവിടെയാ? ഇതാ നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട്. ആ ഇതാ ബസ് സ്റ്റാൻഡിൽ തന്നെയാ നിൽക്കുന്നത്. ഏത് വണ്ടിയില്? നമ്പർ പറയടാ വണ്ടിയുടെ. എന്തൊക്കെയുണ്ട്? നീ ഇപ്പൊ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയല്ലോടാ. ഹെയർ സ്റ്റൈലൊക്കെ മാറി. കൊച്ചി സ്ലാങ് അറിയാ, നല്ല വിശപ്പ്. നീ നേരെ ഒരു സ്റ്റാർ ഹോട്ടലിലോട്ട് വിടും. അങ്ങനെ ഗോവിന്ദ മാഷിന്റെ മോൻ കൊച്ചിയിലെത്തി. നല്ല കാര്യം. ഉള്ള ചീത്ത പേരിന് കൂടെ പെണ്ണുപിടി എന്നുള്ള പേര് കൂടെ വന്നില്ലേ? മിടുക്കൻ. എന്താ ഈ ലുല്ലുമോൾ എവിടെയാ? നീ ഇവനെ സഹായിക്കാൻ വന്നാണോ അതോ ലുലുമോള് കാണാൻ വന്നാണോ? ഏയ്, എന്റെ ബലമായ സംശയം നമ്മുടെ സാം അവിടെ ഉണ്ടാവുന്ന. ഒന്ന് പോടാ, എനിക്കറിയാത്ത കാര്യമാണല്ലോ. അല്ല, നീ നാട്ടിലെന്തോ വാട്ടർ സപ്ലൈസിന് എന്തോ എഞ്ചിനീയർ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞു? സംഭവം അതൊക്കെ തന്നെ. ഈ കൊച്ചിയില് കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ആത്മാർത്ഥമായ സ്നേഹം വരെ. പിന്നെ കിട്ടാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ: ശുദ്ധവായു, ശുദ്ധജലം. പിന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പുണ്യപ്രവൃത്തി നടക്കുന്നത്. കുറച്ച് കാശ് പോക്കറ്റിലും വീഴും. അത് ശരിയാ, നീ പറഞ്ഞ കറക്റ്റാ. ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണം. എന്നിട്ട് വേണം എനിക്കും സ്വന്തം കാലം നിൽക്കാൻ. എന്നാലേ നാട്ടിലും വീട്ടിലൊരു വില ഉണ്ടാവും. എടാ, ഞാനൊരു ഉപമ പറഞ്ഞ കാലയിലോട്ട് നോക്കും. പിന്നെ ഉപമ നീ ആദ്യം നേരെ നിൽക്കാൻ പഠിക്കും. പിന്നെ എടാ, ആ പെണ്ണ് പോലീസ് സ്റ്റേഷൻ പോയിട്ട് എന്താ സംഭവിച്ചു? എന്ത് സംഭവിക്കാനടാ? നാട്ടുകാരെല്ലാരും കൂടി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചടാ. ഇനി ഇവൻ പറഞ്ഞ കള്ളത്തിനും കേട്ട് നിൽക്കാതെ ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും സാറേ. ഇവര് പറഞ്ഞത് കേട്ടല്ലോ. അടുത്ത ദിവസം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ കല്യാണം. അല്ലെങ്കിൽ പിന്നത്തെ കേൾക്കട്ടോ. പെട്ടെന്ന് പോയിട്ട് 2 മാലി 2 ബൊക്കി വാങ്ങിക്കൊണ്ടു. രാഹുകാലം കഴിയുന്നതിന് മുമ്പ് ഇതങ്ങ് നടത്തിയേക്കാം. എന്തേ സാർ, സത്യമായിട്ട് എന്റെ ഫ്രണ്ടുമായിട്ടാണ് ഇവള്. നിർത്തടാ, നിന്റെ ഒരു ഫ്രണ്ട്. കുറെ നേരമായി. എന്നിട്ട് അവനെവിടെ പോയി? നിന്റെ ഒരു ഫ്രണ്ട് അറിയില്ല സാറേ. ഒറ്റ വീക്കാണ് സാറേ. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതെ, എന്ത് സംഭവിച്ചെന്ന് തൻ്റെ മോൻ തോന്നിവാസം കാണിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിലേ ഞങ്ങളെല്ലാം കൂടെ തൻ്റെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യും. പറഞ്ഞേക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാനും 2 പെൺകുട്ടികളുടെ അച്ഛനാ സാറേ. എൻ്റെ മോനായതുകൊണ്ട് പറയുകയല്ല. ഏതൊരു പ്രതിക്കും ഒരവസരം കൊടുക്കില്ലേ? അതുപോലെ ഇവനും സത്യം തെളിയിക്കാൻ ഒരവസരം കൊടുത്തൂടെ? ഇവനെക്കുറിച്ച് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ ഇവൻ താരി കെട്ടിയിരിക്കും. ഇതെന്റെ വാക്കാ. SI അങ്ങനെ 1 മാസത്തെ അവധി തീരുമാനിച്ചു. ഇത് ഞാൻ വിചാരിച്ചാലും തീരുന്നല്ലടാ. 1 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് പരമാവധി വെച്ച് നോക്കാം. നമുക്ക് നോക്കാം. പക്ഷെ അവൻ ഇവിടെ തന്നെ എവിടെ ഉണ്ട്. പക്ഷെ എവിടെ വെച്ചിട്ടാ കണ്ടുപിടിക്കടാ. എവിടെയായാലും അതിന് പറ്റിയ ആൾക്കാർ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്.